ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലർക്ക് ഒരു സംശയമുണ്ട്. അവർ പറയും ചുരുങ്ങിയതൊരു പ്രബോധനം ചെയ്യാൻ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു മതവിദ്യാർത്ഥിയോ ആവേണ്ടതുണ്ട് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നത് കാണുക, തെളിവോടെ പറയുന്നത് കാണുക. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, മതവിദ്യാർത്ഥികളും മതവിദ്യാർത്ഥികളല്ലാത്തവരും ഒരുപോലെ ആരെങ്കിലും ഒരു സുന്നത്ത് അറിയുന്നുവെങ്കിൽ അത് എല്ലാ അനുയോജ്യമായ അവസരങ്ങളിലും വ്യക്തമാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. അദ്ദേഹം പറഞ്ഞെന്താ? മതവിദ്യാർത്ഥികളും വിദ്യാർത്ഥികളല്ലാത്തവരും അവർക്കൊരു സുന്നത്ത് അറിയുമെങ്കിൽ അവർ അത് വ്യക്തമാക്കണം, പ്രചരിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു റഹിമഹുല്ലാ, ഞാനൊരു പണ്ഡിതനല്ല എന്ന് പറയരുത്. അതെ, നിങ്ങൾ ഒരു പണ്ഡിതനല്ല, എന്നാൽ നിങ്ങളുടെ പക്കൽ വിജ്ഞാനമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അദ്ദേഹം തെളിവ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ബല്ലിഗു അന്നീ വലൗ ആയത്തൻ, എന്നിൽ നിന്നൊരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, അഥവാ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിം ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം. ഷെയ്ഖ് പറയാണ്, സുന്നത്ത് പ്രചരിപ്പിക്കാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം അത് പ്രചരിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലവും ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഷെയ്ഖ് മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞു, ആദ്യത്തെ റിയാലുസ് സാലിഹാണ്. പിന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഷെയ്ഖ് പറയാണ്, അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകിയതിൽ അനുഗ്രഹം നൽകണമേ. വബാറക് ലനാ ഫീമ അഅ്തൈത എന്ന ഖുനൂത്തിലെ ഫിത്റിൻ്റെ ദുആയുടെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹപൂർണമായ ദാനങ്ങളിലൊന്നാണ് വിജ്ഞാനം. കാരണം നിങ്ങളത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്താൽ പല നിലകളിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമതായി, നിങ്ങൾ വിജ്ഞാനം പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മതത്തെയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാതയിൽ പരിശ്രമിക്കുന്നവരിൽ ഒരാളായി തീരുന്നു. കാരണം അള്ളാഹുവിൻ്റെ പാതയിൽ പരിശ്രമിക്കുന്നവൻ ആയുധവും വിശ്വാസവും കൊണ്ട് രാജ്യങ്ങളെ തുറക്കുന്നത് പോലെ നിങ്ങൾ വിജ്ഞാനത്തിലൂടെ ഹൃദയങ്ങളെ തുറക്കുന്നു. അങ്ങനെ അവയിൽ അള്ളാഹുവിൻ്റെ ശരീഅത്ത് പ്രചരിപ്പിക്കുന്നു. ഇത് ദുആ ഖുനൂത്തുൽ ഫിത്റിൻ്റെ ഷർഹിൽ പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ അറബി വാചകങ്ങളും സ്രോതസ്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ വായിക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദക്കുമുല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.